എന്താ കുഞ്ഞാപ്പോ ഇജ്ജ് കാട്ടണ്? ഇജ് എപ്പോഴും ഞാൻ എന്തേലും പണിയെടുക്കുമ്പോ വന്നിട്ട് ഇന്ന അത് ഇല്ലാതാക്കൂല്ലേ? അത് ശരി, നല്ല ബുദ്ധി തോന്നി, പണിയെടുക്കണല്ലേ? ഇവിടെ വൃത്തിയാക്കടാ. എന്നാലും എനിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ കുഞ്ഞാപ്പോ എപ്പോഴെങ്കിലും. അല്ല ഇതൊക്കെ വൃത്തിയാക്കിയതാ? ഇവിടെ ഞാൻ വൃത്തിയാക്കിയല്ലടാ, അത് ഇമ്മ വൃത്തിയാക്കിയതാണ്. എന്നോട് പറഞ്ഞേ നോമ്പൊക്കെ വരുന്നത് ഇവിടെ വൃത്തിയാക്കണമെന്ന്. അതൊക്കെ ഓരോ മനുഷ്യർ ചെയ്യമ്മാന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ ഇവിടെ ഒക്കെ വൃത്തിയാക്കി. എന്നിട്ട് ഇമ്മ മോനെ എന്നോട് പറഞ്ഞു ഇതൊക്കെ ഇനി എന്നോട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് രാവിലെ പറഞ്ഞതാണ്. അപ്പൊ ഞാന് മോനെ ഇതൊക്കെ വൃത്തിയാക്കിയത് കിട്ടണില്ല. എങ്ങനെ കിട്ടു ചെയ്യാ? പൊന്തേ കുടുങ്ങിട്ട് കൈക്കോട്ടിട്ട് വലിച്ചു ചെത്തിനെടുക്ക് കുഞ്ഞാപ്പോ. മോനെ എന്നോട് അറിയാം ഉമ്മക്ക് ദേഷ്യം പിടിച്ചിരിക്കണ്. ദേഷ്യം പിടിച്ചിട്ട് ഉമ്മ പോയിക്കണ്. എന്നോട് പറഞ്ഞു ഉമ്മ ഞാൻ വരുമ്പോഴത്തേന് ഇതൊക്കെ വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ തല്ലാറില്ല. അതെന്താ ദേഷ്യം ഉമ്മക്ക് പിടിക്കാൻ കാരണേ അല്ല ഞാൻ പോയിട്ട് അമ്മച്ചി പോയിട്ട് വൃത്തിയാക്കാ. ഇച്ചി വന്നാ പണി നടക്കൂലടാ. ഇമ്മ എപ്പോഴും പറയൂ ഇമ്മക്ക് എന്തെങ്കിലും പണി നേരം തരാൻ തിരിച്ചു വരൂ. ഞാൻ വർത്താനം പറഞ്ഞിരിക്കും. എല്ലാം ഫുള്ള് പണിയെടുക്കലല്ലേ ഇവിടെ കൊല്ലത്തില്. ഇതിപ്പോ തിന്നാൻ തരാറിന് തോന്നിയാവും പണിയെടുക്കാനല്ലേ. ഇന്നലെ ഉമ്മക്ക് ദേഷ്യം പിടിക്കാൻ കാരണേ ഇമ്മ ഇന്നലെ ആശാത്താടെ പോയിന്ന് പാവം. ആശാത്താടെ നനച്ചുകൂടി കഴിഞ്ഞു. അപ്പൊ ഓര് അങ്ങനെ ഇപ്പൊ വിളിക്കലില്ല. ഇപ്പൊ ഈ നോമ്പൊക്കെ ആയിട്ട് നനച്ചുകൂടിക്ക് ചെല്ലാൻ പറഞ്ഞു ഉമ്മാനോട്. അപ്പൊ ഉമ്മ നനച്ചുകൂടി വെക്കുമ്പോ ഉമ്മാനോട് പറഞ്ഞത്ര എന്താണ് ചായ കുടിച്ചിട്ട് പോകും. ചായ എന്തായാലും കുടിക്കുവോ? നിങ്ങള് കുഞ്ഞാപ്പൂന്ന് 2 കൊണ്ടുപോയിക്കോളി. കഴിഞ്ഞിട്ട് വായക്ക പൊരിണ്ടല്ലോ, വായക്ക പൊരിച്ചിട്ട് 4 കുഞ്ഞാപ്പൂന് കൊണ്ടുപോയിക്കോളി. അപ്പൊ ഉമ്മ ഏതാ വളവത്തിയേ? അവിടുന്ന് തിന്നുമ്പോ ഒന്നൊക്കെല്ലേ തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ ഉമ്മ പറഞ്ഞേ ഞാന് കുഞ്ഞാപ്പും ഞാനും കൂടി പെരയെ പോയി തിന്നോണ്ട് ഞങ്ങൾക്കുള്ളൊരു തന്നാളിയാ. ഭയങ്കര ഐഡിയ. അങ്ങനെ അപ്പൊ ആശാത്ത കുറച്ച് തോന കൊടുത്തു. അത് ഉമ്മക്ക് അറിയാം. അവിടെ തിന്നുമ്പോ 1-2 തിന്നാൻ പറ്റും. നോക്കൂലേ? അങ്ങനെ മോനെ എന്നോട് പറയാൻ ഇമ്മ അത് കൊടുത്തിട്ട് എന്നോട് അറിഞ്ഞ അച്ഛ കൂട്ടണ്ട, ചായ ഉണ്ടാക്കി തിന്നാ. അപ്പൊ ചോറ് വെച്ചിട്ടല്ലോ. അങ്ങനെ മോനെ ഞങ്ങൾ അതൊക്കെ ആക്കിയിട്ട് ഇരിക്കുമ്പോ എന്നോട് പറയണ്ടത് അത് കണ്ടപാട് ഞാൻ മണ്ടി പോയി മടി അറിഞ്ഞ പൈമ്പോരി മാറ്റിക്കാളിട്ടാറ്. അപ്പൊ എന്താടാ വെച്ച് സഭാത്തി വെക്കാത്തി മക്കൾക്ക് വരുന്നുണ്ട്. അപ്പൊ ഉമ്മാറ് ഈ സമയത്താണ് വരാൻ തോന്നിയത് പറഞ്ഞിട്ട് ഉമ്മ പൈമ്പോരി ഒക്കെ ചെമ്പറ്റിന്റെ അടുത്ത് വെച്ച് ചോട്ടെച്ച്. അങ്ങനെ പറയുമ്പോ സഫിയാത്തും ഇവരൊക്കെ വന്നത് വെച്ചാണ്ട അമ്മായിന്റെ മോള് പ്രസവിച്ചിട്ടുണ്ടല്ലോ, അത് കാണാൻ അങ്ങോട്ട് വന്നതാണ്. അവര് പറഞ്ഞു ഞങ്ങള് വെളിമാനെ ഒന്ന് കാണാണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ ഏതാ വളവത്തി അറിയോ? ഉമ്മ അറിയ പടച്ചോനെ വല്ലാത്ത നേരത്തെ ഞങ്ങള് വന്നത്, ഇവിടെ ഒന്നും ഇല്ലല്ലോ തരാന്. അപ്പൊക്കെ ഒരു ബുദ്ധി തോന്നി. ഇമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നോണ അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ അമ്മാട് പറഞ്ഞു ഇമ്മ നിങ്ങൾ എന്തിനാ നോണ അറിഞ്ഞ? നിങ്ങളെല്ലാ ചെമ്പിന്റെ തൊട്ട് പയമ്പൂരി വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇനി ഇമ്മ നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് വെച്ചിട്ടേ ഉമ്മ അറിയാം എന്താടാ കുഞ്ഞാപ്പോയിച്ച് വെറുതെ പറഞ്ഞു എന്ത് പയമ്പൂരി ഏത് കൊണ്ട് കളിക്കട്ടാ. അപ്പൊ ഓര് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ചായ കുടിച്ചിട്ടോളൂ വെള്ളം കുടിച്ചിട്ടോളൂ. അപ്പണ്ട് സമാനായി. സഫിയാത്താന്റെ മോൻ വന്നിട്ട് ചെമ്പട്ടിയാണ് തുറന്നു. അപ്പൊ തന്നെ ഉമ്മ എത്തടാന്നായി എന്നോട് പറയാ. അപ്പൊ തന്നെ ഉമ്മ പടച്ച വരിങ്ങളെ ഞാന് ആശാത്താർന്ന് കൊടുന്നതല്ല എന്റെ കുട്ടികളെ, ഞാൻ മറന്ന് എന്റെ കുട്ടികൾക്ക് തരാനേ ഞാൻ മറന്നതാട്ടാന്ന് പറഞ്ഞിട്ട് ഇമ്മ പയമ്പോരി പയമ്പോരിട്ട് അവർക്ക് ചായ കൊടുത്തു. അപ്പൊ റൊക്കാത്തിയും സഫിയാത്തിയും പറഞ്ഞു ഞങ്ങൾ വേണ്ട അന്ന് കുടിച്ചിക്കണെന്ന് പറഞ്ഞ ആൾക്കാര് മോനെ പിരാന്ത് പിടിക്കുക തന്റെ മക്കളൊക്കെ തിന്നിട്ടാ. എന്നിട്ട് ഒരു എന്താണ് കൊറേ വർത്താനം പറഞ്ഞിട്ട് പോയി. എന്നിട്ട് എന്താ അത് പോയപ്പോ ഇമ്മ ഇന്നെ ചൂരും കെട്ടിട്ടിട്ട് പെരന്റെ പെറ്റോര മണ്ടിച്ച്. എന്നോട് പറഞ്ഞ്
കുരുത്തം കെട്ടാൻ ഇജ്ജ് എന്തിനാ അപ്പൊ പറഞ്ഞത് ആ. നമ്മക്ക് ഇജ്ജെന്നടാ പറഞ്ഞത് ഒരു വരുന്നുണ്ട് മുടിയെക്കാന് എന്നിട്ട് ഇജ്ജ് എന്തിനാടാ അപ്പൊ അത് ഇതാക്കി അറിഞ്ഞു പഴംപൊരിണ്ടെന്ന് പറഞ്ഞു. ആ അപ്പൊ ഞാൻ പറയും ഇമ്മല്ലേ പറഞ്ഞു നുണ പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ നുണ അറിഞ്ഞില്ല. അപ്പൊ ഉമ്മ അറിയാളാ എല്ലാ സത്യങ്ങളും പറയാൻ പാടില്ല, ചിലതൊക്കെ നുണ അറിയണം, ചിലതൊക്കെ പറയണോ? ഇമ്മന്നെ ഒക്കെ പറഞ്ഞു ചെയ്ത് ഞാൻ പറഞ്ഞു അതിന് മോനെ എന്നാലോ നരമോക്കോളം ഉമ്മ ഉറക്കം തന്നിട്ടില്ല. പഴംപൊരി തിന്നേനാ? പഴംപൊരി തിന്നാനില്ലെന്ന് ആശാത്ത അവിടുന്ന് പറഞ്ഞ് തിന്നോ തിന്നോളി. അവിടുന്ന് തിന്നാനും പറ്റില്ല, ഇവിടുന്ന് പറ്റില്ല. അവിടുന്ന് തിന്നാനും പറ്റില്ല. അത് പൊരിക്കുമ്പോ അണപാട്ടൻ ഉമ്മാന്റെ തൊള്ളയില് കപ്പലോടിക്കാതെ വെള്ളം വന്നു. അപ്പൊ ഞാനും കൂടി തിന്നാൻ വേണ്ടി വെച്ചതായിരുന്നു. ചോച്ചങ്ങളെ കണ്ടിട്ട് അത് പറഞ്ഞ കാരണല്ലേ. അത് മാത്രല്ലടാ സെഫിയാത്താക്ക് ഉറക്കാത്തൊക്കെ മനസ്സിലായിക്കുന്നത്. സെഫിയാത്താണ് പറഞ്ഞിട്ടുണ്ട് എലീമ നമ്മള് വിചാരിച്ച മാതിരില്ലട്ടാ. വെറുതെ അല്ലേ ഉമ്മ പറഞ്ഞിരുന്നത്. ആണ് പറഞ്ഞെടുക്കണത് സഫിയാത്താനോട്. ഉമ്മ വെറുതെ അല്ലേ പറഞ്ഞത്. എലീമ എടാപ്പാന്റെ മരുന്നല്ലേ അങ്ങനെ കജ്ജി നീളൂല. ഇപ്പൊ കണ്ടില്ല എടുത്ത് വെച്ച് കണ്ടില്ലേ, ആ കുഞ്ഞാപ്പ് പറഞ്ഞ കാലം എടുത്ത് വെച്ചില്ലേ. അപ്പൊ തന്നെ സെഫിയാത്ത അറിയല്ലോ ആ കാലത്ത് തന്നെയാണ് ഞാനൊക്കെ തിന്നത്. അങ്ങനെ അലീമ അങ്ങനെ തിന്നണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ കണ്ട പാടിനോടല്ല കുഞ്ഞാപ്പോ ഇന്ന് സോപ്പിട്ട് എന്നിട്ട് മോനെ ഒരാണ്ട് പോയി. ആ പോയിന്റെ രസാണ് മോനെ ഉമ്മ ഇന്നത്തെ ഇങ്ങനെ പാഠം പഠിപ്പിക്കുക. കുഞ്ഞാപ്പോ ഇമ്മ നീ കണ്ടുകൊണ്ട് വരണ്ട, ഞാൻ അവിടെ വർത്തന്നെ പറഞ്ഞത്. എന്നിട്ട് ഉമ്മ എന്നോട് നോക്ക് ആ ദേശത്തിന് ഇതൊക്കെ ചെത്താൻ പറഞ്ഞത്. അതൊക്കെ ഉമ്മ ചെത്തിക്കണ്. നീ ഇതൊക്കെ ഞാൻ ഇതല്ലേ ഉള്ളൂ കുഞ്ഞാപ്പോ. ഉമ്മ വരുമ്പോ ഞാൻ ചെത്തി തീർന്നു. വല്ലാത്തല്ലേ ഒക്കെ ഉമ്മ തന്നെ പറയുന്ന ഉണരണ്ടാണ്. ഞാൻ പോട്ടെന്നാ.